ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. അവളുടെ ഭർത്താവായി ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നമ്മുടെ യോസേപ്പ് പിതാവ് വിവാഹം കഴിക്കാൻ പോകുമ്പോൾ കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയാം. അപ്പം ജോസഫ് എടുത്തൊരു തീരുമാനത്തെക്കുറിച്ചാണ്. ജോസഫ് നീതിമാനായിരുന്നു. നീതിമാന്മാർ ആർക്കും ദോഷം ഉണ്ടാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അംഗീകാരത്തെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദൂത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അവൻ നീതിമാനായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ചതിച്ചു എന്ന്, പെൺകുട്ടി ഗർഭിണിയാന്ന് പറഞ്ഞാൽ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. തന്നെ ചതിച്ചു എന്ന രീതിയിലായിരിക്കുന്ന ഈ പെൺകുട്ടിയെ രക്ഷിക്കുവാനായിട്ട് അവൻ കരുതിയാണ്. അപ്പം നീതിയുടെ കൂടെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണ കാണിക്കുക എന്നുള്ളതാണ്. നീതിയും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ജോസഫ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ഒരു അവസരത്തിൽ ഈ 2 തലങ്ങളെ നീ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. എത്രത്തോളം നീതിയോടെ വർത്തിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട്, എത്രത്തോളം മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അർഹിക്കുന്നത് അർഹിക്കേണ്ടവർക്ക് കൊടുക്കുന്നതാണ് നീതി. അർഹിക്കാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് കാരുണ്യം. ഇത് 2ൻ്റെയും അളവുകോലുകളെ നീ ഒന്ന് പരിശോധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നീതിയോടും കരുണയോടും കൂടി വർത്തിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നിന്റെ കൃപയും സംരക്ഷണവും എപ്പോഴും ഈ വ്യക്തിയോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു